സമയം എന്തായെന്നറിയോ? എവിടെയായിരുന്നു ഇതുവരെ? എനിക്ക് എപ്പോഴും ഇവിടെ ഇങ്ങനെ ചടഞ്ഞുകൊണ്ടിരിക്കാൻ വയ്യ. Hello? Hello. Can I speak to Mr. G.K.? May I know who is speaking, please? I am Sukumaran Nair here. Hold on, please. Hello? Hello? Please hold on. അലയാ, ഇത് ഞാനാ, സൂ. എന്താണോ ഈ അസമയത്ത്? അതെ, എന്ത് വലമറിക്കുന്ന കാര്യമുണ്ടെങ്കിലും അറിയാൻ അത്യാവശ്യമായിട്ട് ഇവിടം പറ്റുന്നു വരണം. എന്താണോ? ഫോണിൽ കൂടെ ഒന്നും പറയാൻ പറ്റില്ല. സൂചന തന്നൂടെ? സൂചന ഒന്നും പോരാ, വളരെ വിശദമായിട്ട് പറയേണ്ട കാര്യമാണ്. താൻ കഴിച്ചിട്ടുണ്ടല്ലേ? ആ, ഉണ്ട്. എന്ന് മാത്രമല്ല, സാമാന്യം ഫിറ്റുമാണ്. അവനെവിടെ? ആ, അവൻ തന്നെയാ വിഷയം. എന്ത് പറ്റിയവന്? ഒന്ന് പറയടോ. ഞാൻ പറയാം, പക്ഷെ അളിയൻ ഷോക്കിടായത്, ടെൻഷനും അടിക്കരുത്. താനൊന്ന് വേഗം പറഞ്ഞ് തൊലയ്ക്കേ. ചിലരൊക്കെ തന്തയില്ലാത്തവൻ, അമ്മയും പെങ്ങളെയും തിരിച്ചറിയാത്തവൻ എന്നൊക്കെ പറയുന്നതിന്റെ അർത്ഥം പിന്നെ വീട്ടിൽ കയറ്റിയപ്പോ മനസ്സിലായി. അമ്മേ, ഞാൻ വേണ്ട, ആ വാക്ക് നീ ഉച്ചരിക്കണ്ട. മൃഗമാ നീ. അല്ലാതെ നിന്റെ പ്രായത്തിലുള്ള ഒരു ചെക്കന് ഇങ്ങനെയൊന്നും ചിന്തിക്കാൻ പോലും ഒക്കില്ല. എങ്ങനെ മനസ്സ് വന്നടാ നിനക്ക്? ഇനി നീ ഇവിടെ വരരുത്. വന്നാൽ നിന്നെ പോലെ പലരും പിന്നാലെ വരും. എന്റെ കുട്ടിയും ഞാനും എവിടെയെങ്കിലും പോയി രക്ഷപ്പെട്ടോളാം. അച്ഛൻ വന്ന കണ്ടില്ലേ? കണ്ടു. എന്നിട്ടെന്താ മിണ്ടാതെ കയറി പോന്നേ?
എടുക്കാനുണ്ട് എടുത്തോ, പുറപ്പെടാം. എങ്ങോട്ട്? എങ്ങോട്ടെങ്കിലും ആട്ടെ, നീ ഇവിടെ താമസിക്കണ്ട. ഞാൻ വല്ല ആടാ ഞാൻ ഇവിടെ വിട്ട് എങ്ങോട്ടില്ല. തീരുമാനിക്കേണ്ടത് ഇക്കാര്യം ഞാൻ തന്നെ തീരുമാനിക്കേണ്ടത്. എന്താ നീ പറഞ്ഞേ? കേറി പോവാൻ. എന്താ ഭർത്താവാണോ പറഞ്ഞത്? എന്നാൽ അവനെ തല്ലുണ്ടായിരുന്നു. വണ്ടി ഓട്ടുന്ന ആള് ഞാൻ. പോകുന്ന വഴിയില് വനത്തില് അങ്ങേ ഇങ്ങേ പൊണ്ണ് ബന്ധം ഒക്കെ ഇരിക്കലാ. ആന മുതലാ ഒരു പെണ്ണെ ലീഗലാ കല്യാണം ചെയ്യാൻ പോകുന്നത് ഇപ്പോ. நான் கெட்டவன், எனக்கு உங்க பொண்ணை கொடுக்கலான்னு சொல்லாதீங்க. அவளும் ஃப்ரெஷ் அல்ல, செகண்ட் ஹேண்ட். ஸ்கில் கேம்ஸிலே சூஜி எறியண மாதிரி ட்ரை பண்ணி பார்ப்போம். கிடைச்சா ஒரு லைஃப், போனா ஒரு சான்ஸ். எனக்கு இனியும் சான்ஸ் இருக்கு. உனக்கு இது லாஸ்ட் சான்ஸ். நீ ஒரு பொண்ணு, ஓர்மிச்சோ. ஏமா ஒண்ணு பேசாம இருக்கிற? அவளு சின்ன பொண்ணு, உலகம் தெரிஞ்சவங்க நீங்க. டிசிஷன் எடுக்க வேண்டியது நீயாக்கும். എല്ലാം അറിഞ്ഞ് പൂർണ്ണ മനസ്സാലെ മൈക്കിളിനെ അവളെ സ്വീകരിക്കാമെങ്കിൽ എനിക്ക് സമ്മതം. സ്കൂളിൽ നിന്ന് പിരിഞ്ഞു. നാളെ മോനും ഞാനും ഹസ്ബൻഡിന്റെ അടുത്തേക്ക് പോവാ. ഇത്ര പെട്ടെന്ന് വിസ കിട്ടുമെന്ന് വിചാരിച്ചതേയില്ല. ഭാഗ്യം, ഭർത്താവ് ഒരിടത്ത്, മോൻ വേറൊരിടത്ത്, ഞാനിവിടെ. രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ടീച്ചർ നാളെ പോകും. മറ്റന്നാൾ അരുൺ. അത് കഴിഞ്ഞ് ഞാൻ പ്രതീക്ഷിക്കാതെ കണ്ടുമുട്ടി. അറിയാതെ അടുത്തു. നല്ല കുറെ ഓർമ്മകൾ ബാക്കി വെച്ചിട്ട് യാത്ര പറയുന്നു. ജീവിതം അങ്ങനെയാ. ഒരാളെ ചിരിപ്പിക്കുമ്പോ മറ്റൊരാളെ ഗ്രഹിക്കുന്നു. ബാലൻസിങ്ങിന് വേണ്ടിയുള്ള ദൈവത്തിന്റെ തമാശ. നല്ലതേ വരൂ. സന്തോഷമായി. ടീച്ചറൊന്നല്ല, ചേച്ചി ഞാനൊന്ന് വിളിച്ചോട്ടെ. ഞാൻ വിളിച്ച ദൈവം കേൾക്കില്ല. എനിക്ക് വേണ്ടി ചേച്ചി പ്രാർത്ഥിക്കണം.
ഇതൊക്കെ എടുക്കേണ്ടതാണോ? അരുൺ, എനിക്ക് അറിഞ്ഞൂടാ. നീ എന്തിനാ എന്നോട് പിണങ്ങുന്നേ? നിന്റെ അച്ഛൻ നിന്നെ കൊന്നേനെ. അത് ഒഴിവാക്കാനാ ഞാൻ നിന്റേത്, അല്ലാതെ നോവിക്കാനൊന്നുമല്ല. കുറച്ചു ദിവസം മാറി നിന്നാൽ എല്ലാം മറക്കും. അല്ലെങ്കിൽ കഴിഞ്ഞതൊക്കെ വെറും തമാശയായിരുന്നല്ലോ എന്ന് വിചാരിച്ച് സ്വയം ചിരിക്കും. അതെന്തായാലും തൽക്കാലം നീ അച്ഛനെ അനുസരിച്ചേ പറ്റൂ, അല്ലാതെ വേറൊരു വഴിയില്ല.